നമസ്കാരം. കാഞ്ഞിരപ്പള്ളി ഇസബെല്ല ഫാഷൻ സ്റ്റോറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പിന്നില്ലേ ഗീവബയുടെ കാര്യം ഒന്നുകൂടി പറഞ്ഞേക്കട്ടെ, എന്നെ ചീത്ത വിളിക്കരുത്, കേട്ട് കൊടുത്ത വിദ്യ എന്ന് പറയരുത് കേട്ടോ. മറന്നു പോകാതിരിക്കാൻ പറഞ്ഞതാ. നല്ല കമൻ്റൊക്കെ ഇട്, സബ്സ്ക്രൈബൊക്കെ ചെയ്യ്. ചിലപ്പം നമ്മളാണ് ഭാഗ്യവാനെങ്കിലോ. നിങ്ങളറിയാമായിരുന്നോ എനിക്ക് ബമ്പർ അടിച്ച കാര്യം? എനിക്കൊരു ഇലക്ട്രിക് സ്കൂട്ടർ ബമ്പർ അടിച്ചു ഹോൾസെയിൽ കടയിൽ നിന്ന്. ഞാൻ പറഞ്ഞായിരുന്നു, എനിക്ക് തോന്നുന്നു ഏതാണ്ട് 1.5 ലക്ഷം രൂപ വരുന്ന ഇസബെല്ലയ്ക്ക്. എനിക്കല്ല, ഇസബെല്ലയ്ക്ക് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നമ്മളായിരിക്കും ഭാഗ്യവാൻ. ഓണത്തിൻ്റെ സമയത്തായിരുന്നു കേട്ടോ. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് പ്രീമിയം കളക്ഷൻ സാരീസാണ്. അടിപൊളി എന്ന് പറയുന്നത് സൂപ്പർ സ്റ്റാറാണ്. വാങ്ങിക്കാൻ പറ്റുന്നവർ വാങ്ങിക്കുക. അടിപൊളി എന്ന് പറയാനേ പറ്റത്തുള്ളൂ, അതിൽ കൂടുതലൊന്നും പറയാൻ. നോക്ക്, കംപ്ലീറ്റ് ഹാൻഡ് ത്രെഡ് വർക്കാണ്. ഇത് മുന്താണിയുടെ പാർട്ടാണ് ഈ വരുന്നത്. ഞാൻ കാണിച്ചു തരാം, നല്ല വിശദമായിട്ട് ഞാൻ കാണിച്ചു തരാം. ഇത് മുന്താണിയുടെ പാർട്ടാണ്, കണ്ടോ? ഇതാണ് മുന്താണി. പിന്നെ രസമാണെന്ന് നോക്ക്. അത് ഇത്തെ ബോഡിയെ കൂടെ അതിൻ്റെ എന്നിട്ട് ബുട്ടാസായിട്ട് പോയിട്ടുണ്ട്. ഇതിലെല്ലാം കംപ്ലീറ്റ് ഹാൻഡ് വർക്കാണ്. ഇത് ഒരു സെമി ടസർ മെറ്റീരിയലാണ്, പക്ഷെ നമുക്ക് നെറ്റ് കോട്ടയുടെ പോലുള്ള ഒരു വീവിങ് ആണ് ഇതിന് വന്നിരിക്കുന്നത്. പക്ഷെ ശരിക്കും നെറ്റ് കോട്ടയല്ല, സെമി ടസറിൻ്റെ സ്റ്റഫാണ് വന്നിരിക്കുന്നത്. അതിൻ്റെ കണ്ടോ, ഇതാണ് ബോഡി. ബോഡി വരുമ്പോൾ ആ ബോഡിയിലെല്ലാം അവിടെ എവിടെയെല്ലാം ഈ ബുട്ട ചെയ്തിട്ടുണ്ട്. ബ്ലൗസ് വരുമ്പോഴാണ് അതിലും കോൺട്രാസ്റ്റ്. എന്നെ അടിപൊളിയായിരിക്കും, നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്ത് നോക്കണേ. ഇത് പിൻ ചെയ്ത് ഇതാണ് ബ്ലൗസ്, മെറൂൺ ബ്ലൗസ്. എന്നിട്ട് അതിലും ഹാൻഡ് വർക്ക് ചെയ്തിരിക്കുക. ഈ രണ്ട് കോമ്പിനേഷൻ ഒന്ന് കാണിക്കാനപ്പാ, കണ്ടോ ആ കോമ്പിനേഷൻ കണ്ടോ? രണ്ടും കൂടെ അടിപൊളിയായിരിക്കും. നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഐറ്റം, പ്രീമിയം കളക്ഷനിൽ പെട്ടതാണ്. ഞാനിപ്പോൾ ഒത്തിരി കാലമായിട്ട് അങ്ങനെ പ്രീമിയം ഒന്നും കാണിയിലൊക്കെ കുറവാണ് ഭയങ്കരമായിട്ട്. കാരണം വേറൊന്നുമല്ല, ഷോപ്പിൽ അങ്ങനെ സെയിലായി പോകുന്നതുകൊണ്ട് ഒന്നും കാണിക്കുന്നില്ല എന്നേ ഉള്ളൂ. ഇനി ഇതിൻ്റെ തന്നെ ഈ മോഡൽ തന്നെ ഈ ഒരു ഡിസൈനിലുള്ള വ്യത്യാസപ്പെട്ടുള്ള സാരികൾ കാണിക്കാം. നോക്ക്, ഇത് സാരിയുടെ ബോഡി. ഇതെല്ലാം ഹാൻഡ് വർക്കാണ്. നല്ല ത്രെഡ് വർക്ക് ചെയ്തിരിക്കുക. നല്ല പോലെ പണിയെടുത്തിട്ടുണ്ട്. ചില്ലറ പണിയൊന്നുമല്ല എടുത്തിരിക്കുന്നത്, നല്ല പണിയാണ് എടുത്തിരിക്കുന്നത്. പക്ഷേ അതിനുള്ള സ്റ്റൈലും ലുക്കും എല്ലാം കിട്ടും ആ സാരിക്ക്. ഇത് കണ്ടോ, ബോർഡറെ കൂടെ ചെയ്തിരിക്കുന്നത്. നമ്മൾ ഇതൊക്കെ കാണുമ്പോൾ ഞാൻ ഓർക്കുന്ന, സ്കൂളിൽ പഠിക്കുമ്പോൾ നമുക്കിങ്ങനെ ഈ സ്റ്റിച്ചിങ്ങിൻ്റെ ക്ലാസ് ഉണ്ടല്ലോ, ഒരു പീരീഡ് സ്റ്റിച്ചിങ്ങിന് വരുമല്ലോ. അപ്പോൾ ഇങ്ങനെ പഠിപ്പിക്കില്ലേ, ഇങ്ങനെ ഹാൻഡ് വർക്ക് ചെയ്യാൻ. ആ ഒരു ഇതൊക്കെ എനിക്ക് ഓർമ്മ വരുന്നത്. ഇതിൻ്റെ ബോഡിയെ നിറച്ച്, മറ്റേ ആദ്യം കാണിച്ചതിൻ്റെ ബോഡിയിൽ അത്രയും വലുതായിട്ടല്ല, ഇത് ബോഡിയെ കുറച്ചും കൂടെ തെളിഞ്ഞാണ് നിൽക്കുന്നത്. ഇതിൻ്റെ മുന്താണി വരുമ്പോൾ ഇങ്ങനെ. അയ്യോ, ഇത് ബോഡിയുടെ ഭാഗമല്ല, ഇത് മുന്താണിയുടെ ഭാഗം തന്നെയായിരുന്നു കേട്ടോ. സോറി. എന്താണ് വിദ്യേ, ഉണ്ടോ? ഇതെല്ലാം ത്രെഡ് പോയിരിക്കുന്ന മുഴുവൻ അത് ഹാൻഡ് വർക്കാണ് ചെയ്തിരിക്കുന്നത്. ബോഡി വരുമ്പോൾ വേണ്ട ഇങ്ങനെയാണ് കേട്ടോ. ഇനിയൊന്നും പറയല്ലേ, ബോഡി ഇങ്ങനെയാണ്. ബ്ലൗസൂടെ കാണിക്കണ്ടേ? ബ്ലൗസ് മുമ്പത്തെ പോലെ തന്നെ മെറൂൺ. കാരണം എടുത്ത് നിൽക്കുന്ന കളർ ഐത്തൽ മെറൂൺ ആയതുകൊണ്ട് മെറൂണാണ് ബ്ലൗസ്. ബ്ലൗസിൻ്റെ അറ്റത്ത് തിരിച്ചെടുക്കണം. ഈ ഒരു വർക്ക് ഹാൻഡ് വർക്ക് ചെയ്തിരിക്കുക, കൈയുടെ സൈഡിൽ ഇങ്ങനെ പിടിപ്പിക്കാനായിട്ട്. ഈ കാണിച്ചതും ആ കാണിച്ചതും ഇങ്ങനെ ത്രെഡ് വർക്ക് ഹാൻഡ് വർക്ക് ആണെങ്കിലും റേറ്റിൽ വ്യത്യാസമുണ്ട് കേട്ടോ. സ്റ്റഫിലും വ്യത്യാസമുണ്ട്, റേറ്റിലും വ്യത്യാസമുണ്ട്. അത് എല്ലാം സെമി ടെസറിൻ്റെ തന്നെയാണ് മെറ്റീരിയൽ, പക്ഷെ റേറ്റിൽ വ്യത്യാസമുണ്ട്. ഇത് മുന്താണി വരും. മുന്താണിയിൽ ഇങ്ങനെ, ഇതാണ് ഇതിൻ്റെ മുന്താണി. ഒരു പൊടിക്ക് പൊക്കി കാണിക്കുക, അല്ലെങ്കിൽ അത് അത്രയും അകന്നു പോകണ്ട. പറന്ന് ചെല്ലാൻ. ഇത് വരും ബോഡി, കണ്ടോ? ഇങ്ങനെ പ്ലെയിൻ ബോഡി. ബ്ലൗസ് ഉപയോഗിക്കേണ്ട ഇതാ ബ്ലൗസ്. ഇതിൻ്റെ ബ്ലൗസ് ഇതാ. ഈ ഒരു സിൽക്കി സ്റ്റഫ് വരുന്ന ഇങ്ങനത്തെ ബോഡിയെ ഫുള്ള് ഹാൻഡ് വർക്ക് ചെയ്ത, കയ്യെ മാത്രമല്ല
ഫുള്ള് ഹാൻഡ് വർക്ക് ചെയ്തിട്ടുള്ള ബ്ലൗസിൻ്റെ ബോഡിയിൽ കേട്ടോ. അതാണ് റേറ്റ് വ്യത്യാസം ഉണ്ടെന്ന് തോന്നുന്നു. സ്ക്രീനിൽ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. എൻ്റെ ഓർമ്മ വെച്ച് ഞാൻ പറയുക റേറ്റ് വ്യത്യാസം ഉണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. ഇതിനൊത്തിരി ആവശ്യക്കാർ നമുക്ക് എപ്പോഴുള്ള കണ്ടൊക്കെ നേരത്തെയൊക്കെ ഓൺലൈനിൽ എപ്പോഴും കാണിക്കുമ്പോൾ എല്ലാ ആൾക്കാർക്കൊക്കെ ഇഷ്ടമായിരുന്നു. ഇതാ ഇനി വേറെ ഒന്നും കുറച്ചും കൂടെ കളർഫുള്ളായിട്ടുള്ള ത്രെഡ്. മറ്റേ ത്രെഡ് എന്ന് പറയുമ്പം ഇത് തന്നെയല്ലായിരുന്നോ? നോക്ക്, മുന്താണിയാണ് ഈ കാണിക്കുന്നത്. സെമി ടെസറാണ് സ്റ്റഫ്. നല്ല മസ്റ്റാർഡ് യെല്ലോയും മെറൂണും കൂടെ കൂടിയിട്ട്, മസ്റ്റാർഡ് യെല്ലോ, മെറൂണ്, ലൈറ്റ് മെറൂണ്, ഡാർക്ക് മെറൂണ് അങ്ങനെ കൂടിയിട്ടുള്ള ഒരു കോമ്പിനേഷനിൽ വരുന്ന എന്തുവാ ഹാൻഡ് വർക്ക് ബോഡി. ഇങ്ങനെ ബോർഡർ ഇതുണ്ട്, ഇങ്ങനെ ചെറിയ ബോർഡർ. ഇതിനൊക്കെ ഒരു പ്രത്യേക സ്റ്റാൻഡേർഡ് അല്ലേ? ആ ഹാൻഡ് വർക്ക് ചെയ്ത സാധനത്തിന് തന്നെ ഒരു പ്രത്യേക സ്റ്റാൻഡേർഡ്. ബ്ലൗസും കൂടെ കാണിക്കാവേ. ബ്ലൗസ് ഇതേ ഒരു മിനിറ്റ്. ബ്ലൗസിൻ്റെ പാർട്ട് വരുമ്പം കൈയുടെ സൈഡിൽ ഇങ്ങനെ ചെയ്യാനായിട്ടുള്ള വർക്ക് ചെയ്തിട്ടുണ്ട്. സെയിം ഈ ബോർഡർ തന്നെ, സാരിയുടെ ബോർഡർ തന്നെ ബ്ലൗസിനും വരും. ഇനി വേറൊരു അതിലും അടിപൊളിയായിട്ടുള്ള വേറൊരു സാരി കാണിക്കാം. ഏതാണ് നല്ലതെന്ന് കൺഫ്യൂസ്ഡ് ആകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല. അടുത്ത സാരി കണ്ടോ? സോഫ്റ്റ് ക്രഷ് സിൽക്ക് കണ്ടോ? എന്നാ രസമാണ് ഇത്. എന്നിട്ട് നമ്മുടെ ക്രോസ് സ്റ്റിച്ച് ചെയ്ത നല്ല എംബ്രോയ്ഡറി വർക്ക്. താഴത്തെ ബോർഡറെ നിറച്ചും ഫുള്ള് അങ്ങനെ, മുകളിലത്തെ ബോർഡറിലും അങ്ങനെ തന്നെ. മുന്താണിയാണെങ്കിൽ വേണ്ടേ, ഇതാണ് മുന്താണി. എന്നിട്ടൊരു ലേസ് വർക്കും കൂടെ കൊടുത്തിട്ടുണ്ട്, സ്കാലപ്പ് ചെയ്തിട്ടുണ്ട്. എത്ര ഭംഗിയായിരിക്കും അത് ഉടുത്തു കഴിഞ്ഞാലെന്ന് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. ഉടുക്കണമെന്നൊക്കെ ആഗ്രഹമുണ്ട്, ഉടുത്ത് കാണിക്കണമെന്നൊക്കെ. പക്ഷെ ബ്ലൗസ് വരുമ്പം പ്ലെയിന്. എന്നിട്ട് ഇതുണ്ടോ, ബ്ലൗസ് വരുമ്പം പ്ലെയിന്. എന്നിട്ട് ആ ഒരു സ്കാലപ്പ് ബ്ലൗസിലുണ്ടെന്ന് തോന്നുന്നു, ബ്ലൗസിൻ്റെ അറ്റത്ത് ചെയ്യാനായിട്ട് അല്ലേ? അങ്ങനല്ലേ? ബ്ലൗസ് സെയിം തന്നെ കേട്ടോ, അത്രയും വർക്ക് ചെയ്ത ബ്ലൗസും കൂടെയാണ്. നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട്. ഇതിപ്പോൾ കളറില്ലേ, ഒരു ടൈപ്പ് മസ്റ്റാർഡ് യെല്ലോ കളർ കേട്ടോ. നല്ല രസമാണ്. സോഫ്റ്റ് ക്രഷ് സിൽക്കാണ്, സോഫ്റ്റാണ്. എന്നും കൊണ്ട് എന്നാ പറയുന്നത്, ഉതിർന്നങ്ങ് പോകുന്ന ഒരു ഇതല്ല, പക്ഷെ ഫ്ലോയിയാണ്. അതെ, അതിൻ്റെ തന്നെ വേറൊരു കളറ്, അത് മസ്റ്റാർഡ് യെല്ലോ ആയിരുന്നു. ഇത് നല്ല പീച്ച്. സെയിം സാരി, വേറൊരു വ്യത്യാസവും ഇല്ല. സെയിം സാരി, മുമ്പേ കണ്ടത് തന്നെ സെയിം സാരി ഉണ്ടോ? അതിലും ഇങ്ങനെ അവിടെ ഇവിടെ എല്ലാം ബുട്ടായുണ്ട്. ക്രഷ് സിൽക്കാണ്. റേറ്റ് സെയിമാണ്. വർക്ക് എല്ലാം സെയിമാണ്. ക്രോസ് സ്റ്റിച്ച് നല്ല ഹെവി ആയിട്ടുള്ള ക്രോസ് സ്റ്റിച്ചാണ് ചെയ്തിരിക്കുന്നത് കണ്ടോ. ഇതിന് തന്നെ നല്ല എമൗണ്ട് കൊടുക്കേണ്ടി വരും. അതാണ് ഈ സാരിയുടെ വിലയും അങ്ങനെ തന്നെയാണ്. പിന്നെ ലേസ് വർക്കും എല്ലാം ചെയ്ത് അടുത്തത്. ഇനി വേറൊരു സാരി, സെയിം സ്റ്റഫ്, കുറച്ചും കൂടി ഇതിനേക്കഴിഞ്ഞും കുറച്ചും കൂടി സോഫ്റ്റാണ് ഇതിൻ്റെ സ്റ്റഫ്. ഇത് കട്ട് വർക്കും കൂടെ ചെയ്തിട്ടുണ്ട് കണ്ടോ. നല്ലൊരു ലൈറ്റ് പൗഡർ ബ്ലൂ ഷെയ്ഡിൽ ഇങ്ങനെ പിങ്കിൻ്റെ ഒരു ലൈറ്റ് ഷെയ്ഡ് മാംഗോ പ്രിൻറ്റ് ചെയ്തിട്ട് കട്ട് വർക്കും കൂടെ, കട്ട് വർക്ക് ക്രോഷ്യോ ലേസാണ് പിടിപ്പിച്ചിരിക്കുന്നതെന്ന് തോന്നുന്നു. അങ്ങനെ ചെയ്ത് അടിപൊളിയായിട്ടുള്ള നല്ലൊരു സാരി. അതിൻ്റെ മുകളിലത്തെ ബോർഡറും താഴത്തെ ബോർഡറും എല്ലാം സെയിമാണ്. നല്ല രസമല്ലേ? ഇത് പാർക്കും ചേരും. ഇതാണ് മുന്താണി. മുന്താണിക്കും സെയിമാണ്, ഇങ്ങനെ തന്നെയാണ്, വേറെ വ്യത്യാസമൊന്നുമില്ല. മുന്താണിയെ വരുമ്പോൾ ഈ ബുട്ടാസ് കുറച്ചും കൂടെ കൂടുതൽ നിരന്നങ്ങ് എണ്ണം വരുന്നുണ്ടെന്നേ ഉള്ളൂ മുന്താണിക്കുള്ള പ്രത്യേകത. ബോഡിയെ വരുമ്പോഴും ഉണ്ട് കേട്ടോ, നിറച്ചുമുണ്ട്. ഏറ്റവും ഉള്ളിൽ പോകുന്ന ഭാഗത്ത് മാത്രമില്ല, ബാക്കി ബോഡിയിലും ഉണ്ട്. നല്ല ഒന്നാന്തരമായിട്ടുള്ള പാർട്ടി വെയർ. ബ്ലൗസ് വന്നിട്ട് പ്ലെയിന് കേട്ടോ. നല്ല രസമാണ്, നല്ല സാരിയല്ലേ? ഇതാ ഒത്തിരി കാലങ്ങളായിട്ട് എനിക്ക് സ്ഥിരം ആവശ്യക്കാരുള്ള ഒരു സാരിയാണിത്. നല്ല ആപ്ലിക്ക് വർക്ക് ചെയ്ത, സ്കാലപ്പ് വർക്ക് ചെയ്ത. ഇതിപ്പോൾ വന്നിട്ട് ഓഫ് വൈറ്റ് അല്ലെങ്കിൽ ക്രീം എന്ന് പറയാൻ പറ്റത്തില്ല, ഓഫ് വൈറ്റ് ഷെയ്ഡാണ്. അതിൻ്റെ കൂടെ നല്ല ബേബി പിങ്കിൻ്റെ ആപ്ലിക്ക് വർക്കാണ് ചെയ്തിരിക്കുന്നത്. നല്ല സ്റ്റാൻഡേർഡാണ്. ഇത് ചോദിച്ച് വരുന്ന ആൾക്കാരുണ്ട് കേട്ടോ. ബോഡി ഇങ്ങനെ വരും കേട്ടോ. ബോഡിയെ കൂടെ എല്ലാം അവിടെ ഇവിടെ എല്ലാം ആ ആപ്ലിക്ക് വർക്ക് പോയിരിക്കും. വല്ലപ്പോഴും ഒരിടത്തും നല്ല, ബോഡിയിൽ എല്ലായിടത്തും പോയിട്ടുണ്ട് ഇങ്ങനെ. ഇത് കണ്ടോ,
ഇങ്ങനെ ഈ ആപ്ലിക്ക് വർക്ക് ബോഡിയിൽ കൂടെ പോയിരിക്കുക. പിന്നെ അതുകൂടാതെ ഇങ്ങനെയുള്ള വർക്ക്, ആപ്ലിക്ക് വർക്കാണ് ഫുള്ള്, ആപ്ലിക്ക് വർക്ക് ചെയ്തെടുത്ത സാരിയാണ്. കണ്ടോ, ഇങ്ങനെ ഫുള്ള് അങ്ങനെ പോയിരിക്കുക. ബ്ലൗസ് വരുമ്പോൾ പ്ലെയിനാണ് കേട്ടോ, ബ്ലൗസ് വരുമ്പോൾ പ്ലെയിനാണ്. ഇത് തന്നെ പ്ലെയിനാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ പിങ്ക് ബ്ലൗസ് ഇടാം. നല്ല സ്റ്റാൻഡേർഡാണ്. ഈ പറഞ്ഞ പോലെ അങ്ങനെ വലിയ കളർഫുള്ളായിട്ടൊന്നും വേണ്ട, ഇങ്ങനത്തെ മതി എന്നൊക്കെ ഉദ്ദേശിക്കുന്ന ആൾക്കാർക്ക് നല്ല ഭംഗിയാണ്. ഇതിൻ്റെ തന്നെ ഈ പിങ്കിൻ്റെ സ്ഥാനത്ത് ഗ്രേ എന്ന് പറയാൻ പറ്റത്തില്ല, ഗ്രേ അല്ലേ, പൗഡർ ബ്ലൂവിൻ്റെ ഒരു ഇതിലേക്ക് പോകുന്നില്ല, ഗ്രേ ഷെയ്ഡ് വന്നിട്ടുള്ള ഒരു സാരിയും കൂടെ. 2 കളറിലാണ് ഇതിപ്പോൾ വന്നിരിക്കുന്നത്. ഇതൊക്കെ ചോദിച്ചു വരുന്ന ഒത്തിരി ആൾ, ഞങ്ങളുടെയൊക്കെ ഇവിടെ ഡോക്ടർമാരൊക്കെ ഒത്തിരി പേര് ചോദിച്ചു വരും ഈ ടൈപ്പ് സാരി ഓൺലൈനിൽ കാണിച്ചു കഴിയുമ്പോഴത്തേനും. ആര് കേട്ടാലും സാരി വാങ്ങിക്കുന്ന ഒരു സാരി കേട്ടോ. നല്ല ഏജോ അങ്ങനത്തെ കാര്യങ്ങളോ ഒന്നും പ്രശ്നമല്ല, ഏത് പ്രായത്തിലുള്ളവർക്കും നല്ല ഭംഗിയായിട്ട് ഉള്ള സാരി. സ്കാലപ്പ് വർക്കൊക്കെ ഇത് കണ്ടോ ഫുള്ള് ചെയ്തിട്ടുണ്ട്, സ്കാലപ്പെല്ലാം ഫുള്ള് ചെയ്തിട്ടുണ്ട്. എന്നാ പറയുന്ന ഒരു ലളിത സുന്ദരമായ ഒരു സാധനം. ഇത് ഇങ്ങനത്തെ വൈറ്റേൽ ഇങ്ങനെയൊക്കെ വന്നു കഴിയുമ്പോൾ ഉടുക്കുമ്പോൾ ഭംഗി, നമ്മളതിനെ സൂക്ഷിക്കണം. അതാണ് അതിനകത്ത് ഒരു ഘടകം. ഇങ്ങനെ ലൈറ്റ് ഷെയ്ഡ് വരുമ്പോൾ നമ്മൾ നന്നായിട്ട് സൂക്ഷിക്കണം, കെയർഫുൾ ആയിരിക്കണം ഉപയോഗിക്കുമ്പോഴൊക്കെ. കുഞ്ഞുങ്ങളെയൊക്കെ എടുക്കുമ്പോൾ അങ്ങനെയൊന്നും ഉടുക്കാൻ പാടില്ല, അങ്ങനെയൊക്കെ ഉള്ളൂ. അങ്ങനത്തെ കാര്യങ്ങൾ ഇങ്ങനെ വാഷ് ചെയ്യുമ്പോഴൊക്കെ ശ്രദ്ധിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ ഇന്ന് കാണിച്ചതെല്ലാം പ്രീമിയം കളക്ഷൻസാണ്. ഇഷ്ടമുള്ളവർ വേഗം വാങ്ങിച്ചോളൂ, ലിമിറ്റഡ് സ്റ്റോക്കാണ്. അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. താങ്ക്